ഈവനിങ് ക്ലാസ്സസ്. അപ്പോൾ ഓക്കെ, കഴിഞ്ഞ ദിവസം ടീച്ചർ 10ാം ക്ലാസ് ബയോളജിയിലെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞ പാഠത്തിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അതേസമയം ടീച്ചർ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ചാപ്റ്ററിന്റെ തന്നെ മലയാളം ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, മലയാളത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഓക്കെ, അതേ സമയമൊന്നും ടീച്ചർ കളയുന്നില്ല, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കി എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതെന്ന്. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രീകരണം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഓൾറെഡി. ഇതൊക്കെ ഇവിടെ ഒരു അവയവമുണ്ട്. ഓക്കെ, അവയവത്തിൽ നിന്നും ആവേഗങ്ങളെ കൊണ്ടുപോകുന്നത് തലച്ചോറിലോട്ടും സുഷുമ്നയിലോട്ടാണല്ലേ. അപ്പൊ അവിടെ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കളെ എന്താണ് എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന നാഡി ഏതാണ്? ഓക്കെ, ആ അവയവങ്ങളിൽ നിന്നും നമ്മുടെ മസ്തിഷ്കത്തിലോട്ടും സുഷുമ്നയിലോട്ടും ആവേഗങ്ങൾ കൊണ്ടുപോകുന്ന നാഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് നാഡിയാണ് മക്കളെ അവയവങ്ങളിൽ നിന്നും നമ്മുടെ തലച്ചോറിലോട്ട് ആവേഗങ്ങളെ കൊണ്ടുപോകുന്നത്? ഏത് നാഡിയാണ് നമുക്ക് അറിഞ്ഞൂടെ? ഒന്ന് പറഞ്ഞേ, ഏത് നാഡിയാണത്? സംവേദന നാഡിയാണ് അല്ലെ. വെരി ഗുഡ്. ഏത് നാഡിയാണത്? സംവേദന നാഡിയാണ്. ഓക്കെ, സംവേദന നാഡിയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി. ഓക്കെ, ടിക്ക് ഇട്ട് വെച്ചു. ഇനി ബി ക്വസ്റ്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? സുഷുമ്ന നാഡിയിൽ നിന്നുള്ള ആവേഗങ്ങളെ കാലിലെ പേശികളിലേക്ക് എത്തിക്കുന്നത് സമ്മിശ്ര നാഡിയിലൂടെയാണ്. അതായത് ഇതാണ് നമ്മുടെ സുഷുമ്ന. ഈ സുഷുമ്നയിൽ നിന്നുള്ള ആവേഗങ്ങളെ കാലിലെ പേശിയിലേക്ക് എത്തിക്കുന്നത്, കാലിന്റെ ആ ഒരു മസിൽസിലോട്ട് പേശികളിലോട്ട് എത്തിക്കുന്നത് സമ്മിശ്ര നാഡിയാണെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താന്ന് പറയാനാ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സമ്മിശ്ര നാഡി ഈ ഒരു ആവേഗങ്ങളെ കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് മക്കളെ? കാരണം നമുക്കറിയാം അല്ലെ, സമ്മിശ്ര നാഡിയിൽ എന്തൊക്കെയുണ്ട്? സംവേദനാ നാഡിയുണ്ട്, അതേപോലെ തന്നെ പ്രേരക നാഡിയുണ്ട്. അപ്പൊ ഈ രണ്ട് നാഡികളും കൂടി ചേർത്തുള്ള ആളാണെന്ന് പറഞ്ഞത് സമ്മിശ്ര നാഡി എന്ന് പറഞ്ഞ അല്ലെ. അപ്പൊ ഇയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ തലച്ചോറിൽ നിന്നും ആവേഗങ്ങളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരത്തിലുള്ള മക്കളെ എന്താണ്? സമ്മിശ്ര നാഡിക്ക് എന്തിനുള്ള കഴിവുണ്ട്? ആവേഗങ്ങളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ? കൊണ്ടുപോകാനും തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നും കൊണ്ടുവരാനും കൊണ്ടുപോകാനുമുള്ള കഴിവുണ്ട്. ഓക്കെ, ഈ ഒരു ഉത്തരം എഴുതാട്ടോ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും കൊണ്ടുപോകുവാനും അതേപോലെ തന്നെ എന്തിനുള്ള കഴിവുണ്ട്? കൊണ്ടുവരുവാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് കാലിലെ പേശികളിലോട്ട് നമ്മുടെ ആവേഗങ്ങളെ ആർക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞത്? സമ്മിശ്ര നാഡിക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞത് കേട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട്, ഇങ്ങനെ ഒരു പടം തന്നിട്ട് ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് എന്താണ് എളുപ്പത്തിൽ എഴുതാൻ പറ്റണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചോദിക്കാൻ മതി, എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. എന്താണ് പറഞ്ഞേക്കുന്നത്? റിഫ്ലക്സ് ആർക്കുമായി ബന്ധപ്പെട്ട ശരിയായ ഫ്ലോ ചാർട്ട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താണ് റിഫ്ലക്സ് ആർക്ക് എന്നുള്ളത് അല്ലെ. നമ്മുടെ റിഫ്ലക്സ് ആക്ഷന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു സഞ്ചാര പാതയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞത് അല്ലെ. ആ ഒരു സഞ്ചാര പാതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സഞ്ചാര പാത ഏതാന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നോക്കിയ മക്കളെ, ഒന്നാമത്തത് ഗ്രാഹി, പ്രേരക നാഡി, സംവേദന നാഡി, പേശി, ഇന്റർന്യൂറോൺ. അങ്ങനെയാണോ ആ ഫ്ലോ ചാർട്ട് വരുന്നത്? അല്ല, അത് തെറ്റാണ് അല്ലേ. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഗ്രാഹികള് നമ്മുടെ മെസ്സേജിനെ വാങ്ങിച്ചു കഴിഞ്ഞാല് ഇവരതിനെ എന്താക്കി മാറ്റും? ആവേഗങ്ങളാക്കി മാറ്റും. ഈ ആവേഗങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന നാഡി ഏതാണ്? പ്രേരക നാഡിയാണ്. അത് ശരിയാണ്, പ്രേരക നാഡിയാണ്. പ്രേരക നാഡി ഇത് വാങ്ങിക്കഴിഞ്ഞാല് അപ്പൊ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, റിഫ്ലക്സ് ആർക്കുമായി ബന്ധപ്പെട്ട ശരിയായ ഫ്ലോ ചാർട്ട് തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇവിടെ 4 ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് റിഫ്ലക്സ് ആർക്കിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സഞ്ചാരപാത അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഏതാണ് മക്കളെ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക? നമുക്കറിയാം അല്ലെ. ഏതാണ്? ഗ്രാഹി, പ്രേരക നാഡി, സംവേദന നാഡി, പേശി, ഇന്റർന്യൂറോൺ. കറക്റ്റ് ആണോ അത്? അല്ല, അത് തെറ്റാണ് അല്ലെ. ഓക്കെ, രണ്ടാമത്തെ നോക്കിയാൽ മക്കളെ, ഗ്രാഹി, പ്രേരക നാഡി, സംവേദന നാഡി, ഇന്റർന്യൂറോൺ, പേശി. കറക്റ്റ് ആണോ? അതും കറക്റ്റ് അല്ലേ? തെറ്റാണ് അല്ലെ. ഗ്രാഹി, സംവേദന നാഡി, ഇന്റർന്യൂറോൺ, പ്രേരക നാഡി, പേശി. അത് കറക്റ്റ് ആണ്.
അത് കറക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലും നമ്മുടെ ശരീരത്തിലും മൊത്തം കാണുന്ന ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോശങ്ങളെ നമ്മൾ പറഞ്ഞ പേരാണ് ഗ്രാഹി. ഓക്കെ, ഈ ഗ്രാഹി നമ്മുടെ ആ ഒരു മെസ്സേജിനെ വാങ്ങിച്ചു കഴിഞ്ഞാല് അവർക്ക് ആർക്കാ നേരെ കൊടുക്കുക? നമ്മുടെ സംവേദനാ നാഡിക്കാണ് കൊടുക്കുക അല്ലെ. സംവേദനാ നാഡി എന്താ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു പല ഭാഗത്തു നിന്നുള്ള ആവേഗങ്ങളെ തലച്ചോറിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഗ്രാഹി എന്ത് ചെയ്തു? സംവേദനാ നാഡിക്ക് കൊടുത്തു. സംവേദന നാഡിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ തലച്ചോറിലോട്ടും സുഷുമ്നയിലോട്ടും എന്തെത്തിക്കുന്നത്? നമ്മുടെ ആ ഒരു ആവേഗങ്ങൾ എത്തിക്കുന്നത്. ഓക്കെ, സംവേദന നാഡി എത്തിച്ചു കഴിഞ്ഞാല് അവിടെ വാങ്ങാനായിട്ട് ആരുണ്ട് മക്കളെ? നമ്മുടെ ആ ഒരു സുഷുമ്നയിൽ ഇരിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞത്? ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്ന ആളല്ലേ. ആരാണ് മക്കളെ? ഇന്റർ ന്യൂറോൺ. ഓക്കെ, ഇന്റർ ന്യൂറോൺ ഉണ്ട്. ഓക്കെ, ഇന്റർ ന്യൂറോൺ ഇത് വാങ്ങിക്കഴിഞ്ഞാല് അവര് പിന്നെ ആർക്കാ കൊടുക്കുക? നമ്മുടെ ആ ഒരു ആവേഗങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ആളാണെന്ന് പറഞ്ഞത് പ്രേരക നാഡി എന്ന് പറഞ്ഞല്ലേ. ആവേഗങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ആളാണ് മക്കളെ പ്രേരക നാഡി. ഓക്കെ, പ്രേരക നാഡി ഇത് വാങ്ങിക്കഴിഞ്ഞാല് ഇത് ആർക്ക് കൊടുക്കോടാ? ആർക്കാ ഇത് കൊടുക്കുക തിരിച്ച്? നമ്മുടെ ബന്ധപ്പെട്ട പേശികൾ, നമ്മുടെ എവിടെയാണോ ആ ഒരു മെസ്സേജ് വന്നത് ആ ഭാഗത്തോട്ടാണ് നമ്മൾ, ഏത് പേശിയിലാണോ വന്നത് ആ ഭാഗത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു ആവേഗങ്ങളെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ എന്തറിയുന്നത്? നമ്മുടെ കൈ പൊള്ളിയിട്ടുണ്ടെന്ന് അറിയാം അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു റിഫ്ലക്സ് ആക്ഷന്റെ ആ റിഫ്ലക്സ് ആർക്കിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടാ. അപ്പൊ ഇതാണ് എന്ത് പറഞ്ഞത്? കറക്റ്റ് ആയിട്ടുള്ള സഞ്ചാരപാത അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേടെ മക്കളെ? 1 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നോക്കി വെക്കാം കേട്ടാ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ? എന്താ പറഞ്ഞിട്ടില്ലേ? എ ബി എന്നീ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ വിശദീകരണം കണ്ടെത്തുക. അതായത് എ ബി എന്ന് പറഞ്ഞ 2 പ്രസ്താവന നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് പ്രസ്താവന എ, ഇതാണ് പ്രസ്താവന ബി. അപ്പൊ 2 പ്രസ്താവന നമുക്ക് ഇവിടെ തന്നിട്ടില്ലേ? ഈ 2 പ്രസ്താവനകൾ വായിച്ചിട്ട് ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനാ പറഞ്ഞിട്ടില്ലേ. എന്താണ് പ്രസ്താവന എയിൽ കൊടുത്തേക്കുന്നത് നോക്കാം. ഓക്കെ, മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ നശിക്കുന്നത് കൊണ്ട് അൽഷിമേഴ്സ് ഉണ്ടാകുന്നു. നമ്മുടെ ആ ഒരു തലച്ചോറിലെ ന്യൂറോൺസ് നശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ത് പറഞ്ഞത്? അൽഷിമേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന വായിച്ചു നോക്കിയേ. അൽഷിമേഴ്സ് രോഗിയുടെ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അതായത് അൽഷിമേഴ്സ് വന്നിട്ടുള്ള രോഗികളുടെ തലച്ചോറില് എന്തടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാ പറയണേ? ഒരു തരം അലേയമായിട്ടുള്ള, അതായത് സൊല്യൂബിൾ അല്ലാത്ത പ്രോട്ടീൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ എന്താണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, എ ബി പ്രസ്താവനകൾ എ ബി പ്രസ്താവനകൾ ശരിയും ബി പ്രസ്താവന എയുടെ കാരണവുമാണ്. ഓക്കെ, അതായത് എയും ബിയും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. എയും ബിയും കറക്റ്റും ആണ്. ബി എന്ന് പറഞ്ഞ പ്രസ്താവനയാണ് എക്ക് കാരണമായിട്ട് വരുന്നത്. ശരിയാണോ മക്കളെ? അപ്പൊ നിങ്ങളോട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അൽഷിമേഴ്സ് ഉണ്ടാകാനുള്ള കാരണവും അതിന്റെ സിംപ്റ്റവും, ആ ഒരു അസുഖങ്ങൾ വരുന്ന ബോക്സ് ഇല്ലേ, അത് നന്നായിട്ട് പഠിച്ചു വെക്കാം. അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിയല്ലേ? കാരണം എയും ബിയും എന്താണ്? അൽഷിമേഴ്സ് ഉണ്ടാവാനുള്ള കാരണം തന്നെയാണ്. ഓക്കെ, എ അതേപോലെ തന്നെ ബി കാരണമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? എ എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയായി കഴിഞ്ഞാൽ ബാക്കി 3 എന്താണെന്ന് അർത്ഥം? തെറ്റാണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഫസ്റ്റത്തെ തന്നെ ഉത്തരം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നോക്കി, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, നാടീയ പ്രേക്ഷകങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? നാടീയ പ്രേക്ഷകങ്ങൾക്ക് 2 ഉദാഹരണം എഴുതാനാ പറഞ്ഞേക്കുന്നത്. നാടീയ പ്രേക്ഷകങ്ങൾക്ക് 2 ഉദാഹരണം എന്തൊക്കെയാന്ന് പറഞ്ഞോളൂ മക്കളെ. എന്തൊക്കെയാണ് നാടീയ പ്രേക്ഷകങ്ങൾക്ക് 2 ഉദാഹരണം ഒന്ന് പറഞ്ഞേ? എന്തൊക്കെയാണ്? അസറ്റൈൽ കോളീനും അതേപോലെ തന്നെ എന്താണ്? ഡോപ്പമിനും. 2 ഉദാഹരണം നമുക്ക് അറിയാം അല്ലേ? അസറ്റൈൽ കോളീനും ഡോപ്പമിനും. എന്താണ് ഈ 2 സാധനങ്ങള്? നമ്മുടെ നാടീയ പ്രേക്ഷകങ്ങളുടെ ഉദാഹരണമാണ് അല്ലെ. എന്താണ്? നാടീയ പ്രേക്ഷകങ്ങളുടെ ഉദാഹരണം. ഓക്കെ, അത് കിട്ടി. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. അതായത് 2 സെന്റൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇതിനകത്ത് അടിവരയിട്ട ഭാഗം
അടിവരയിട്ട ഭാഗങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാ പറഞ്ഞേക്കുന്നത്. എന്താണ് ഒന്നാമത്തേന് പറഞ്ഞേക്കുന്നത്? ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് നാഡീയ പ്രേക്ഷകങ്ങളുടെ ധർമ്മം. ഓക്കെ, ആവേഗങ്ങളുടെ ആ ഒരു സ്പീഡും ഡയറക്ഷനും, വേഗതയും ദിശയും, ഇത് രണ്ടും ക്രമീകരിക്കുകയാണ് നാഡീയ പ്രേക്ഷകങ്ങളുടെ ധർമ്മം. ശരിയാണോ? നാഡീയ പ്രേക്ഷകങ്ങളുടെ ധർമ്മമാണോ ശരിക്കും പറഞ്ഞാൽ ഇത്? അല്ല, നാഡീയ പ്രേക്ഷകങ്ങളുടെ ധർമ്മം ഇതല്ല അല്ലെ? അപ്പൊ ആരുടെ ധർമ്മമാണ് ഈ ഒരു ആവേഗങ്ങളുടെ വേഗത, ദിശ ക്രമീകരിക്കുക എന്നുള്ളത്? ആരുടെ ആ ഒരു ധർമ്മമാണ് മക്കളെ? എന്ന് പറഞ്ഞേ, ആരുടെ ധർമ്മമാണിത്? സിനാപ്സിന്റെ ധർമ്മമാണ് അല്ലെ? ആരുടെ ധർമ്മമാണ്? സിനാപ്സിന്റെ ധർമ്മമാണ് അല്ലെ? സിനാപ്സുകളുടെ ധർമ്മമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ഉത്തരം എഴുതേണ്ടത്. ടീച്ചർ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഉത്തരം എഴുതി വെക്കരുത്. ടീച്ചർ തൽക്കാലത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് മായ്ക്കാണ്. ഓക്കെ, നമ്മൾ എങ്ങനെ ഉത്തരം എഴുതേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സാധനം തന്നെ എന്ത് ചെയ്യാ, എടുത്തെഴുതാം. ഓക്കെ, അതായത് ആവേഗങ്ങളുടെ, ഇതേ സെന്റൻസ് തന്നെ എന്ത് ചെയ്യാ, എടുത്തെഴുതണം കേട്ടാ. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് അടിവരയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലായത്. അപ്പൊ എന്താണ് അവിടുത്തെ തെറ്റ് എന്നുള്ളത് തിരുത്തിയിട്ട് എഴുതാം. ഓക്കെ, ആരുടെ ധർമ്മമായിരുന്നു ഇത്? സിനാപ്സുകളുടെ എന്നിട്ട് എന്ത് ചെയ്യാ, അതേ ഭാഗത്ത് അടിവരട്ട് വെച്ചു. ഓക്കെ, സിനാപ്സുകളുടെ ധർമ്മം. ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ആ ഒരു തെറ്റെന്താന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, മാർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ സെന്റൻസ് തന്നെ പിന്നെ എടുത്ത് എഴുതിയിട്ട് എവിടെയാണ് തെറ്റുണ്ടായത് അത് പിന്നെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി മക്കളെ പെട്ടെന്ന്. എന്താണ്? ഡെൻഡ്രോണുകളുടെ കൂട്ടമാണ് നാഡി. ഡെൻഡ്രോണുകളുടെ കൂട്ടമാണ് ശരിക്കും പറഞ്ഞ നാഡി? അല്ല അല്ലെ? ഡെൻഡ്രോണുകളുടെ അല്ലെങ്കിൽ പിന്നെ ആരുടെ കൂട്ടമാണ് നാഡികൾ എന്ന് പറഞ്ഞത്? ആക്സോണുകളുടെ കൂട്ടമാണ് അല്ലെ? ആക്സോണുകളുടെ കൂട്ടമാണ് നാഡി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. മനസ്സിലായില്ലേ? ആക്സോണുകളുടെ കൂട്ടമാണ് നാഡി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ കേട്ടാ. 2 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിട്ട് കളയരുത് കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, എന്താണ്? 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? 2 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒറ്റപ്പെട്ടത് ഏത്? ഇതില് രണ്ട് ഭാഗങ്ങളായിട്ടാണ് തന്നേക്കുന്നത് കേട്ടോ. ഇത് രണ്ടും 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരേ മോഡലിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഇത് കേട്ടോ. ഒറ്റപ്പെട്ടത് ഏത്? ഇതിൽ നിന്നും ഒറ്റപ്പെട്ടത് ഏതാന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടില്ലേ. ഏതാണ് മക്കളിനകത്ത് ഒറ്റപ്പെട്ടിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ, ഏതാണ്? നാഡീകോശം. നാഡീകോശം തെറ്റാണോ? അല്ല, അത് ശരിയാണ് അല്ലേ? നാഡീകോശം പേശീകോശം ശരിയല്ലേ? നാഡീകോശം ഗ്രന്ഥികോശം അതും ശരിയാണ് അല്ലേ? പിന്നെ ഏതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്? നാഡീകോശം ശ്വാൻകോശം. ഇതാണ് ഒറ്റപ്പെട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഒറ്റപ്പെടാനുള്ള കാരണം എഴുതാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ടത്? കാരണം ബാക്കി 3 ആൾക്കാരും എന്തിൽ പെട്ടിട്ടുള്ളതാണ്? സിനാപ്സിൽ പെട്ടിട്ടുള്ള കോശങ്ങളാണ് അല്ലെ? 3 ടൈപ്പ് സിനാപ്സുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതേസമയം നാഡീകോശം ശ്വാൻകോശം തമ്മിൽ വല്ല സിനാപ്സ് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഇവിടെ ഒറ്റപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരം എങ്ങനെ എഴുതണ്ടേ ശ്രദ്ധിച്ചു കേട്ടോട്ടാ. ഇവർ ഉത്തരം എഴുതേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഏതാണോ ക്വസ്റ്റ്യൻ നമ്പർ ഇടാം. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം ശ്രദ്ധിച്ചു കേട്ടോട്ടാ. ഒറ്റപ്പെട്ടത് ഏതാണ്? നാഡീകോശം, ശ്വാൻകോശം കോശം. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് അതിന് ഒറ്റപ്പെട്ടതാണല്ലോ ചോദിച്ചേക്കണം. അപ്പൊ ഒറ്റപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവയെല്ലാം, ബാക്കിയുള്ളവരുടെ കാരണം എഴുതണ്ടേ? മറ്റുള്ളവയെല്ലാം എന്താണ്? മറ്റുള്ളവയെല്ലാം എന്താണ്? വിവിധ തരം സിനാപ്സുകളാണ്. അങ്ങനെയും കൂടി എഴുതണം കേട്ടാ. വിവിധ തരം സിനാപ്സുകളാണ്.
ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു മാർക്ക് തരുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ ഒരു മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അതേസമയം ഇത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഉത്തരം പറയാലോ. എന്താണ് ഇതിനകത്ത് ഒറ്റപ്പെട്ടിട്ടുള്ള ഏതാണ് മക്കളെ, ഒന്ന് കണ്ടുപിടിച്ചേ. സെറിബ്രം, തലാമസ്, ആക്സോൺ, സെറിബെല്ലം. ഏതാണ് ഒറ്റപ്പെട്ട് വരുന്നത്? ആക്സോൺ ആണ് അല്ലേ. ഏതാണ് ഒറ്റപ്പെട്ടത്? ആക്സോൺ ആണ്. അപ്പൊ എങ്ങനെ ഉത്തരം എഴുതണോടാ? ക്വസ്റ്റ്യൻ നമ്പർ ഇടാ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഒറ്റപ്പെട്ടത് എന്നെഴുതാം. ഒറ്റപ്പെട്ടത് ഏതാണ് മക്കളെ ഇതിനകത്ത് ഒറ്റപ്പെട്ടത്? ആക്സോൺ. ആക്സോൺ. ഓക്കെ, ആക്സോൺ ആണ് എഴുതി. ഇനി അത്ര എഴുതി നിർത്താൻ പറ്റുമോ? ഇല്ല. മറ്റുള്ളവയെല്ലാം, മറ്റുള്ളവയെല്ലാം എന്താണ് മക്കളെ? മറ്റുള്ളവയെല്ലാം ഏതിൽ പെടുവരെല്ലാം? മറ്റുള്ളവയെല്ലാം ഏതാണ്? മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളാണ്. മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളാണ്. കിട്ടിയില്ലേ? അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പഠിച്ചു വെക്കാം കേട്ടാ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. എന്താണ്? ചുവടെ കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗങ്ങൾ എഴുതുക. അതായത് താഴെ 3 ഫങ്ഷൻസ് അല്ലെങ്കിൽ 3 ധർമ്മങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ധർമ്മങ്ങള് മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് തിരിച്ചറിഞ്ഞ് ആ ഭാഗങ്ങളുടെ പേര് എഴുതാനാ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അപ്പൊ എഴുതിയാലോ. ഒന്നാമത്തത് ശരീര തുലനനില പാലനം. ശരീര തുലനനില ആ ഒരു പാലിക്കുന്നത് എവിടെയാണ്? ഏത് ഭാഗത്താണ്? തലച്ചോറിന്റെ ഏത് ഭാഗത്താണെന്ന് എഴുതിയ മക്കളെ. ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ. ഏത് ഭാഗത്താണ് ശരീര തുലനനില പാലിക്കുന്നത്? നമ്മുടെ സെറിബെല്ലത്തിലാണ് അല്ലെ. എവിടെയാണ്? സെറിബെല്ലം. സെറിബെല്ലം. ഓക്കെ, ഒന്നാമത്തെ കിട്ടിയില്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ. ശ്വസനത്തെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ആ ഒരു ശ്വസനം, അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. ശ്വസനം എന്ന് പറഞ്ഞത് അനൈച്ഛിക പ്രവർത്തനമാണ് അല്ലെ. അതിനെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്നൊന്ന് പറഞ്ഞാൽ മക്കളെ. ഏത് ഭാഗമാണ്? നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഏതാണ് മക്കളെ? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി സി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ആന്തര സമസ്ഥിതി പാലനം. നമ്മുടെ ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനം നടത്തുന്നത് എവിടെയാണ്? ഏത് തലച്ചോറിന്റെ ഭാഗത്താണ്? ഹൈപ്പോ തലാമസിലാണ് അല്ലേ. ഏത് ഭാഗമാണ്? ഹൈപ്പോ തലാമസ്. ഓക്കെ മക്കളെ, എല്ലാ ഭാഗത്തിന്റെയും ധർമ്മങ്ങള് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടാ. ഓക്കെ, നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആയിക്കോട്ടെ സുഷുമ്നയുടെ ആയിക്കോട്ടെ, ഇവരെല്ലാവരുടെയും ധർമ്മങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടാ. അപ്പൊ നോക്കിയാൽ 3 മാർക്കിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പദജോടി ബന്ധം കണ്ടെത്തി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇതും എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ, എന്താണ് പദജോടി ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന സെന്റൻസ് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന സെന്റൻസിന്റെ ആ ഒരു ബന്ധം മനസ്സിലാക്കിയിട്ട് അടിയിലത്തത് എന്ത് ചെയ്യാ? പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ. സെറിബ്രം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ മസ്തിഷ്കത്തിലെ ഒരു ഭാഗമാണ് എന്ത്? സെറിബ്രം. ഓക്കെ, സെറിബ്രത്തിന്റെ ഭാഗമാണ് എന്ത്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. അതായത് നമ്മുടെ കൈയുടെ അനക്കം, കാലിന്റെ അനക്കം, തലയുടെ അനക്കം, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? സെറിബ്രം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെഡുല്ല ഒബ്ലാങ്കേറ്റ, ടീച്ചർ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ അല്ലെ. എന്താ മെഡുല്ല ഒബ്ലാങ്കേറ്റ ചെയ്യുന്നേ? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഒരു തുറന്ന എഴുതിയ മക്കൾ എന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങൾ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. കിട്ടിയില്ലേ? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്തത് അതേ മോഡലായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. അതേ മോഡലാണ് കേട്ടോ. എന്താണ്? ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പാലനം. ഹൈപ്പോ തലാമസ് എന്താണ്? ആന്തര സമസ്ഥിതി പാലനത്തിനാണ് സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെറിബെല്ലത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനർസംരക്ഷണം ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണെങ്കിൽ ഇവിടെ ആരാ വരിക? തലാമസ്. ഏതാണ്? തലാമസ്. കിട്ടിയില്ലേ?
കിട്ടിയില്ലേ? എളുപ്പമല്ലേ? ഓക്കെ. പിന്നെ ടീച്ചർ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, ഏത് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും അതിന്റെ ക്വസ്റ്റ്യൻ നമ്പറും ആ ഒരു സബ് ക്വസ്റ്റ്യൻ നമ്പറും ഇട്ട് വെക്കണം. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാർക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നോക്കിയാൽ മക്കളെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താണ് പറഞ്ഞേക്കുന്നത്? ചിത്രീകരണത്തിൽ നൽകിയിരിക്കുന്ന വിവിധ തരം സിനാപ്സുകൾ തിരിച്ചറിഞ്ഞ് അവയുടെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ 3 തരത്തിലുള്ള സിനാപ്സുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ABC. ഓക്കെ, അപ്പൊ ഇവരുടെ ഒക്കെ പേരുകൾ തിരിച്ചറിഞ്ഞ് എഴുതാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതിയാലോ? ഒന്നാമത്തെ സിനാപ്സ് എന്താണ്? ഒന്നാമത്തെ സിനാപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ മക്കളെ, അവിടെ നോക്കിയേ, 2 ന്യൂറോൺസ് തമ്മിലുള്ള സിനാപ്സ് തന്നിരിക്കുന്നത് അല്ലേ? ആരൊക്കെ തമ്മിലാണ്? 2 ന്യൂറോണുകൾ തമ്മിലുള്ള സിനാപ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? 2 ന്യൂറോണുകൾ തമ്മിലുള്ള സിനാപ്സ്. ഒന്നാമത്തെ കേട്ടാ, 2 ന്യൂറോണുകൾ തമ്മിലുള്ള സിനാപ്സ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കിട്ടിയില്ലേ? ഇനി 2 ബി എന്താ പറഞ്ഞേക്കുന്നേ? നോക്കിയാ മക്കളെ, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു ന്യൂറോണും ഉണ്ട്, തൊട്ടപ്പുറത്ത് ആരാ ഉള്ളത്? ഒരു പേശീകോശം. ഇതാരാണ് മക്കളെ? പേശീകോശമാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയാൽ ഒരു ന്യൂറോണും ഒരു പേശീകോശവും തമ്മിലുള്ള സിനാപ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ന്യൂറോണും പേശീകോശവും തമ്മിലുള്ള സിനാപ്സ്. ഓക്കെ, അപ്പൊ അതും കിട്ടിയില്ലേ? ഇനി സി എന്താണെന്ന് നോക്കിയ മക്കളെ. ഓക്കെ, എന്താണ് സിയിൽ പറഞ്ഞേക്കുന്നത്? ഒരു ന്യൂറോൺ ഉണ്ട്, അതേപോലെ തന്നെ അവിടെ ആരാ ഉള്ളത്? ഒരു ഗ്രന്ഥി കോശമാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. എന്താണ് അത്? ഗ്രന്ഥി കോശം അല്ലെ? അപ്പൊ എന്താണ്? ആരൊക്കെ തമ്മിലുള്ള സിനാപ്സ് ആണ്? ന്യൂറോണും ഗ്രന്ഥി കോശവും തമ്മിലുള്ള സിനാപ്സ്. കിട്ടിയില്ലേ? 3 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നൽകിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, 3 സിനാപ്സ് വന്നിട്ടുണ്ട്, അവരെ പേര് എഴുതാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. കിട്ടിയില്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, എളുപ്പത്തിൽ നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ന്യൂറോണുകളുടെ ഭാഗങ്ങൾ താഴെ നൽകിയിരിക്കുന്നു, ഇവിടെ ധർമ്മങ്ങൾ എഴുതുക. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ, ഇതൊരു വേറെ ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ. എന്താണ് പറഞ്ഞേക്കുന്നത്? ന്യൂറോണുകളുടെ ഭാഗങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. 3 ഭാഗങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? സിനാപ്റ്റിക് നോബ്, ആക്സോണ്, ഡെൻഡ്രൈറ്റ്. ഇവയുടെ ധർമ്മങ്ങൾ എഴുതാനാ പറഞ്ഞേക്കുന്നത്. എന്താണ് മക്കളെ സിനാപ്റ്റിക് നോബിന്റെ ധർമ്മം? ഒന്ന് പറഞ്ഞേ, എന്താണ് സിനാപ്റ്റിക് നോബിന്റെ ധർമ്മം? എല്ലാവർക്കും അറിയാലോ എന്താണ് സിനാപ്റ്റിക് നോബിന്റെ ധർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടീച്ചർ തൽക്കാലം ഇവിടെ എഴുതാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ഭാഗങ്ങൾ എടുത്ത് എഴുതാം കേട്ടോ. ഓക്കെ, സിനാപ്റ്റിക് നോബിന്റെ ധർമ്മമാണ് എന്ത്? നാഡീയ പ്രേക്ഷകങ്ങളെ ശ്രമിക്കുക. അതെ, ഈ കാണുന്ന ആളാര്? സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞ അല്ലേ? ഈ കാണുന്ന കുത്തുകുത്തുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയടാ? സിനാപ്റ്റിക് നോബ് എന്ന് പറയും. ഇയാൾ എന്താ ചെയ്യുന്നേ? നമ്മുടെ നാഡീയ പ്രേക്ഷകങ്ങളെ ശ്രവിക്കുന്നു. നാഡീയ പ്രേക്ഷകങ്ങളെ ശ്രവിക്കുന്നു. കിട്ടിയില്ലേ? അപ്പൊ നാഡീയ പ്രേക്ഷകങ്ങളെ ശ്രവിക്കുകയാണ് ആര് ചെയ്യുന്നത്? സിനാപ്റ്റിക് നോബ് ചെയ്യുന്നത് അല്ലെ? രണ്ടാമത്തെ ആളാണ് ആരെന്ന് പറഞ്ഞത്? ആക്സോൺ എന്ന് പറയുന്നത് അല്ലെ? ഈ നീളം കൂടിയ ആളെ നമ്മൾ എന്ത് പറയാ മക്കളെ? ആക്സോൺ എന്ന് പറയാം അല്ലെ? ആക്സോൺ എന്താ ചെയ്യാ? ഒന്ന് പറഞ്ഞേ, ആക്സോൺ എന്താ ചെയ്യുന്നേ? നമ്മുടെ ഈ ഒരു കോശ ശരീരത്തിലുള്ള ആവേഗങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പുറത്തേക്ക് കൊണ്ടുപോവാണല്ലേ ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, നമ്മുടെ ആവേഗങ്ങളെ എവിടെ നിന്ന് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, അതും കിട്ടിയില്ലേ? അപ്പോ മൂന്നാമത്തെ ആരാണ്? ഡെൻഡ്രൈറ്റ് ആണ് അല്ലെ? മൂന്നാമത്തെ ആളാണ് പറഞ്ഞത് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞത്. ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യാ? ആരാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞത്? ഈ കാണുന്ന ആൾക്കാരാണ് ആര്? ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞത് അല്ലെ? ഈ ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യാ? നമ്മുടെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും
തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ എന്ത് ചെയ്യണം മക്കളെ? സ്വീകരിക്കുന്നു. ഓക്കെ, സ്വീകരിക്കുന്നു. കിട്ടിയില്ലേ? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ ഭാഗം ചെയ്യുന്നത്. മൂന്നാൾക്കാരുടെ ഫങ്ഷൻസ് കിട്ടിയില്ലേ? നാഡീയ പ്രേഷകങ്ങളെ സ്രവിക്കുന്നു. അടുത്തത് എന്താണ്? ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത ആളാരെന്താ ചെയ്യണേ? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിക്കുന്നു. കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, താഴെ തന്നിരിക്കുന്ന ചിത്രം വരച്ച് ABC എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഇവയുടെ ധർമ്മങ്ങളും എഴുതുക. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ന്യൂറോണിന്റെ പടമാണ്. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തിട്ടില്ലേ? ഒരു ന്യൂറോണിന്റെ പടമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ? ഈ ന്യൂറോണിന്റെ പടം വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ABC എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. വരയ്ക്കുകയും വേണം, ABC എന്ന് പറഞ്ഞ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അവരുടെ പേര് എഴുതണം. അത്രയുമാണോ ചെയ്യേണ്ടത്? അല്ല, ഇവയുടെ ധർമ്മങ്ങളും എഴുതണം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ABC ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അവരുടെ ധർമ്മം എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ നമുക്കൊന്ന് വരച്ചാലോ? നമുക്ക് ആ ന്യൂറോണിനെ വരയ്ക്കാനായിട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ. എല്ലാ തവണയും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് പറഞ്ഞത്? ന്യൂറോണിനെ വരയ്ക്കാനായിട്ട്. ഓക്കെ, അത് പോയി. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടാ. ഇതാണ് ന്യൂറോൺ. എളുപ്പത്തിൽ വരയ്ക്കാൻ കിട്ടിയില്ല എല്ലാവർക്കും? ഇത്രേ ഉള്ളൂ. ഇതാണ് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂറോണിനെ വരയ്ക്കാം. എന്ത് ചെയ്യാ? അതിന്റെ ന്യൂക്ലിയസ് വരയ്ക്കാം, അതിന്റെ മൈലിൻ ഷീത്ത് വരയ്ക്കാം. ഓക്കെ, ന്യൂറോൺ ആയിട്ടാ. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? നമുക്ക് ആ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ഭാഗം നോക്കിയാൽ ഇവിടെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടാ. ഇവിടെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കി അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അണ്ടർലൈൻ ചെയ്യാം. ഇതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് തൽക്കാലം ആ ഒരു നീല കളർ കൊണ്ട് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, എ എന്ന് പറയുന്ന ഭാഗം ഏതാണ് മക്കളെ? എ എന്ന് പറയുന്ന ഭാഗം നിങ്ങളാണ് അതിന്റെ പേരെന്ന് പറഞ്ഞത്. എന്താണ് എയുടെ പറയപ്പെടുന്ന ഭാഗം? ആ ഡെൻഡ്രോൺ ആണല്ലേ? ഡെൻഡ്രോൺ ആണത്. ഡെൻഡ്രോൺ. ഓക്കെ, ഡെൻഡ്രോൺ ആണ്. ഓക്കെ, കിട്ടി. അടുത്ത ഭാഗം എന്താണ്? അടുത്ത ഭാഗം ഏതാണ്? ബി. ഇവിടെയാണ് ബി വരുന്നത്. ഓക്കെ, ഏതാണ് ബി എന്ന് പറഞ്ഞ ഭാഗം? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് അല്ലേ? എന്താണ് ഈ ബി എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ എന്താ പറയാ? ആക്സോൺ എന്ന് പറയും. ആക്സോൺ. ഓക്കെ, ആക്സോൺ. അതും കിട്ടി. ഇനി അടുത്തത് ഇവിടെയാണ് സി എന്ന് പറയുന്ന ഭാഗം അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കിയേ, അവിടെ അല്ല, നോക്കിയേ, ഇതാണ് സി. അപ്പൊ നോക്കിയേ, ഇതാണ് സി. എന്താണത്? നമുക്കറിയാം, സിനാപ്റ്റിക് നോബ് ആണ്. കിട്ടിയില്ലേ? 3 ഭാഗങ്ങൾ കിട്ടിയില്ലേ? ഏതൊക്കെയാണ്? ഡെൻഡ്രോണ്, ആക്സോണ്, സിനാപ്റ്റിക് നോബ്. ഓക്കെ, നമുക്ക് ഇവരുടെ ഫംഗ്ഷൻസ് ഓരോന്നായിട്ട് എഴുതിയാലോ? ഇവരുടെ ഫംഗ്ഷൻസ് ഏതാ? എന്താണ് ഡെൻഡ്രോണിന്റെ ഫംഗ്ഷൻ? നിങ്ങൾ എന്നെ പറഞ്ഞോ. എന്താണ് ഡെൻഡ്രോണിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡെൻഡ്രൈറ്റിൽ നിന്ന് വരുന്ന ആവേഗങ്ങളെ, ഓക്കെ, നമ്മുടെ ഡെൻഡ്രൈറ്റിൽ നിന്ന് വരുന്ന ആവേഗങ്ങളെ സ്വീകരിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഡെൻഡ്രോൺ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഡെൻഡ്രൈറ്റിൽ നിന്നുമുള്ള ആവേഗങ്ങളെ സ്വീകരിക്കുന്നു. ഓക്കെ, ഡെൻഡ്രൈറ്റിൽ നിന്നുള്ള ആവേഗങ്ങളെ സ്വീകരിക്കുന്നു. അത് കിട്ടി. ഇനി അടുത്തത് ആക്സോണിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഇപ്പൊ തന്നെയാണ് പറഞ്ഞത് അല്ലേ? എന്താണ് ആക്സോണിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലേ? കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ,
അടുത്തത് മൂന്നാമത്തെ ആളാരാണ്? സിനാപ്റ്റിക് നോബ് ആണ് അല്ലെ. സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ നമ്മൾ ഇപ്പൊ തന്നെ അല്ലേ പറഞ്ഞത്. എന്താണ് സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ? നാഡീയ പ്രേക്ഷകങ്ങളെ ശ്രവിക്കുന്നു. കിട്ടിയില്ലേ? 3 ഫംഗ്ഷൻ കിട്ടിയില്ലേ മക്കളെ? 3 ഫംഗ്ഷൻ കിട്ടിയില്ലേ? ഏതൊക്കെയാണ്? ഡെൻഡ്രോണ്, ആക്സോണ്, സിനാപ്റ്റിക് നോബ്. അവരെ 3 പേരുടെ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, കിട്ടിയില്ലേ? 4 മാർക്ക് കിട്ടിയില്ലേ? അടുത്ത ഭാഗം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, പെട്ടെന്ന് ആയിക്കോട്ടെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന ചിത്രീകരണത്തിൽ നാഡീകോശത്തിൽ രൂപപ്പെട്ട സന്ദേശം മറ്റൊരു നാഡീകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഈ ഒരു പടത്തിൽ എന്താ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഒരു നാഡീകോശത്തിൽ ഉണ്ടായ നാഡീയ പ്രേക്ഷകള് അടുത്ത പടത്തിലേക്ക് എന്ത് ചെയ്യാണ്? അല്ല, അടുത്ത നാഡീകോശത്തിലോട്ട് എന്ത് ചെയ്യാണ്? കടന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ചിത്രത്തിൽ ഏത് ഭാഗമാണ് എ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്? എ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏത്? ഇതാണ് എ. ഈ ഭാഗം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏതാണ് മക്കളെ എ എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം? ഒന്ന് പറഞ്ഞേ, നമുക്ക് ആൻസർ ഏതാ? എ എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് എന്ത്? നമുക്കറിയാം അല്ലെ, ഒരു ന്യൂറോണിന്റെ എന്താണ്? സിനാപ്റ്റിക് നോബാണ് തന്നിരിക്കുന്നത് അല്ലെ. സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബാണ് ആ തന്നിരിക്കുന്നത്. അപ്പൊ എ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഓക്കെ, എ ക്വസ്റ്റ്യൻ കിട്ടി. ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എയിൽ നിന്ന് ശ്രവിക്കുന്ന രാസവസ്തുക്കൾ എഴുതുക. രാസവസ്തുക്കൾ ഏതാന്ന് എഴുതാനാ പറഞ്ഞേക്കുന്നത്. എയിൽ നിന്ന് ശ്രവിക്കുന്ന രാസവസ്തുക്കളെ നമ്മളൊരു പേര് പറയൂലേ മക്കളെ? എന്താ പറയുന്ന രാസവസ്തുക്കളെ? അവര് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? നാഡീയ പ്രേക്ഷകം. നാഡീയ പ്രേക്ഷകങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി അതിന്റെ 2 ഉദാഹരണങ്ങൾ എഴുതാനാ പറഞ്ഞേ. ഒരു ഉദാഹരണം എഴുതാനാ പറഞ്ഞേക്കുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതാട്ടെ. എന്താണ് നമുക്ക് എഴുതാൻ പറ്റിയ 2 ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അസറ്റൈൽ കൊളീനും അതേപോലെ തന്നെ ആരുണ്ട്? ഡോപ്പമിൻ. കിട്ടിയില്ലേ? അസറ്റൈൽ കൊളീനും ഡോപ്പമിനും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, എന്താണ്? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. 2 പ്രസ്താവന നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പ്രസ്താവന? രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തിരിച്ചു ആഗിരണം ചെയ്യപ്പെടുന്ന ദ്രവം. രക്തത്തിൽ നിന്നുണ്ടായി വന്നിട്ട് രക്തത്തിലോട്ട് തന്നെ തിരിച്ചു പോവാണ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? ഇത് മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്നു. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ആണ് ഈ ഒരു ദ്രവത്തിനെ കാണപ്പെടുന്നത്. എവിടേക്കാണ് മക്കളെ? മസ്തിഷ്കത്തിലും അതേപോലെ തന്നെ സുഷുമ്നയിലും. ഈ ദ്രവത്തിന്റെ പേരെന്ത്? ഈ ദ്രവത്തിന്റെ പേരെന്താന്ന് അറിഞ്ഞൂടെ മക്കളെ? എന്താണ് ഈ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്ന രക്തത്തിൽ നിന്നുണ്ടായ രക്തത്തിലോട്ട് തിരിച്ചു പോകുന്ന ദ്രവം? നമുക്കറിയാലേ, ഏതാണ്? സെറിബ്രോ സ്പൈനൽ ദ്രവം. ഓക്കെ, സെറിബ്രോസ്പൈനൽ ദ്രവം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കിട്ടി. ഇവയുടെ ധർമ്മം എഴുതുക. ഇവർക്ക് 3 ധർമ്മമാണുള്ളത് അല്ലെ. ഏതൊക്കെയായിരുന്നു ആ 3 ധർമ്മങ്ങൾ എന്ന് പറഞ്ഞേ? ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ എന്തായിരുന്നു? നമ്മുടെ തലച്ചോറിന്റെ ആ ഒരു കലകൾക്ക് എന്തൊക്കെ കൊടുക്കുന്നു? ഓക്സിജനും പോഷകവും നൽകുന്നു. ഓക്സിജനും പോഷകവും നൽകുന്നു. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാം? നമ്മുടെ തലച്ചോറിനെയും സുഷുമ്നെയും നമ്മള് ആ ഒരു അപകടങ്ങളിൽ നിന്നും ക്ഷതങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, സംരക്ഷിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയണം മക്കളെ? 1 ഓക്സിജനും പോഷകവും നൽകുന്നു, 2 അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു, അതേപോലെ തന്നെ എന്താണ്? മർദ്ദത്തെ ക്രമീകരിക്കുന്നു. ഓക്കെ, കിട്ടിയില്ലേ? അപ്പൊ 3 ഫംഗ്ഷൻ കിട്ടിയില്ലേ? ഏതൊക്കെയാണ്? ഓക്കെ, 3 ധർമ്മങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള ചിത്രം പകർത്തി വരച്ച് ഭാഗങ്ങൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതേപോലെ ന്യൂറോൺ നമ്മൾ വരച്ചില്ലേ, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ്, മസ്തിഷ്കം എന്ന് പറയുന്നത് കേട്ടാ. ഇതും എപ്പോഴും എക്സാമിന് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു നോക്കാം കേട്ടാ. ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന ഭാഗം. നമ്മുടെ ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാ? നമ്മൾ നേരത്തെ നോക്കിയതല്ലേ, ഏതായിരുന്നു? നമ്മുടെ സെറിബെല്ലം ആണ് അല്ലെ. ഏതാണിത്? സെറിബെല്ലം.
ഓക്കെ. രണ്ടാമത്തേത് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. ഇതെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലം ഏതായിരുന്നു? നമ്മുടെ ഏതായിരുന്നു? സെറിബ്രം ആണല്ലേ, സെറിബ്രം. ഓക്കെ. ലാസ്റ്റത്തത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണത്? നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റ. കിട്ടിയില്ലേ? 3 ഭാഗങ്ങൾ കിട്ടിയില്ലേ? ഓക്കെ. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ. ശ്രദ്ധിച്ചു വെക്കാട്ടാ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. തൊട്ടപ്പുറത്ത് പാടുണ്ട്. 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതിയാലോ? ഒന്നാമത്തത് ക്വസ്റ്റ്യൻ 1 ഏതാണിത്? ഏത് നാഡിയാണിത്? നമ്മുടെ ആ ഒരു ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന നാഡിയാണ്. ആരാണത്? സംവേദന നാഡി. ഓക്കെ. 2 എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നോക്കിയാൽ നമ്മുടെ ആ ഒരു സുഷുമ്നയുടെ ഉള്ളിൽ കാണപ്പെടുന്ന നാഡിയാണ് അല്ലെ. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഇന്റർ ന്യൂറോൺ എന്ന് പറയും. എന്താ പറയേണ്ടത്? ഇന്റർ ന്യൂറോൺ. ഓക്കെ. മൂന്നാമത്തത് അവിടെ നിന്ന് തിരിച്ചു വരുന്ന നാഡിയാണ് അല്ലെ. തിരിച്ചു വരുന്ന നാഡി നമ്മൾ എന്താ പറയാ? പ്രേരക നാഡി എന്ന് പറയും. എന്താ പറയേണ്ടത്? പ്രേരക നാഡി. ഓക്കെ. നാലാമത്തത് പ്രേരക നാഡി എങ്ങോട്ടാ ഈ സാധനത്തിനെ കൊടുക്കുന്നേ? നമ്മുടെ ആ ഒരു മസിലോട്ട് അല്ലെ, നമ്മുടെ ആ ഒരു ബന്ധപ്പെട്ട പേശിയിലോട്ടാ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്താ? ബന്ധപ്പെട്ട പേശി. കിട്ടിയില്ലേ? അപ്പൊ ഇതൊക്കെ സംവേദന നാഡി, ഇന്റർ ന്യൂറോൺ, പ്രേരക നാഡി, ബന്ധപ്പെട്ട പേശി. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയില്ലേ? ഓക്കെ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം അല്ലെ. 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതി. ഓക്കെ. ഇനി റിഫ്ലക്സ് ആർക്ക് എന്നാൽ എന്ത്? എന്താണ് റിഫ്ലക്സ് ആർക്ക് എന്ന് വെച്ചാൽ മക്കളെ ഒന്ന് പറഞ്ഞേ. എന്തായിരുന്നു റിഫ്ലക്സ് ആർക്ക് എന്ന് വെച്ചാൽ? ഇത് റിഫ്ലക്സ് ആക്ഷൻ ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും റിഫ്ലക്സ് ആർക്ക് എന്ന് വെച്ചാല്? റിഫ്ലക്സ് ആക്ഷന്റെ സഞ്ചാരപാതയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ സഞ്ചാരപാതയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിഫ്ലക്സ് ആർക്ക് എന്ന് പറയും. ഓക്കെ. എന്താ പറയേണ്ടത്? റിഫ്ലക്സ് ആർക്ക് എന്ന് പറയും. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് എന്ത് വരുന്നത്? മൂന്നാമത്തെ ചോദ്യത്തിൽ വരുന്നത്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം കേട്ടോ. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ ചുവടെ നൽകിയിരിക്കുന്നു. നമ്മുടെ റിഫ്ലക്സ് ആക്ഷന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അത് പക്ഷെ തെറ്റിച്ച രീതിയിലാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തി എഴുതുക. അത് നമ്മൾ ആ ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് എന്താണ്? ഇന്റർ ന്യൂറോൺ സംവേദന ആവേഗങ്ങൾക്കനുസരിച്ച് വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇതാണ് ഒന്നാമത്തെ ആള്. അല്ല, അത് തെറ്റാണ്. ബന്ധപ്പെട്ട പേശികളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കുന്നു. അത് ലാസ്റ്റ് വരുന്ന ആളാണ് അല്ലെ. ഇത് ലാസ്റ്റ് വരുന്ന ആളാണെന്ന് പറഞ്ഞത് ബന്ധപ്പെട്ട പേശി എന്ന് പറഞ്ഞു. അതപ്പോ അവിടെ നിൽക്കട്ടെ. ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇതല്ലേ ഫസ്റ്റ് വരുന്നത്? ഗ്രാഹി അല്ലെ. നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഗ്രാഹി നോക്കി, ആ ഒരു പടത്തിൽ നോക്കിയ മക്കളെ, നമ്മുടെ ആ ഒരു ഗ്രാഹിയാണ് ഫസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഒന്നാമത് വരുന്നത് ആരാണ്? ഇതല്ലല്ലോ, ഇതാണ് എന്തെന്ന് പറഞ്ഞത്? ഒന്നാമതായിട്ട് വരുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ, ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ എഴുതാൻ പറഞ്ഞാൽ വെറുതെ 1, 2, 3, 4 എഴുതി വെക്കാൻ പാടില്ല. ഓക്കെ. ഇത് എന്താണോ ആ തന്നിരിക്കുന്ന സെന്റൻസ്, ആ സെന്റൻസിന് എടുത്ത് എഴുതണം കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കിയേ, ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. അതെന്ത് ചെയ്യാ? അവിടെ എടുത്ത് എഴുതാം. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്? ഗ്രാഹി ഇതാർക്കാ കൊടുക്കുന്നേ? രണ്ടാമത്തെ ആൾക്കാർക്കാ? ഗ്രാഹി ഇതാർക്കാ കൊടുക്കുന്നേ? നമ്മുടെ സംവേദന നാഡിക്കാണ് കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുക? സംവേദന നാഡി. അപ്പൊ ഞാൻ സംവേദന നാഡി എവിടെയാ? നോക്ക്. സംവേദന നാഡി ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. രണ്ടാമത്തെ കിട്ടിയില്ലേ? സംവേദന നാഡി ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. എത്തിച്ചു കഴിഞ്ഞാല് അവിടെ ആരുണ്ട്? സുഷുമ്നയിൽ ആരാ ഉള്ളേ? നമ്മുടെ ഇന്റർ ന്യൂറോൺ ഉണ്ടല്ലേ. ആരുണ്ട് മക്കളെ? ഇന്റർ ന്യൂറോൺ. അപ്പൊ നോക്കിയേ, ഇതാണ് മൂന്നാമത് വരുന്ന ഇന്റർ ന്യൂറോൺ. ഓക്കെ. ഇന്റർ ന്യൂറോൺ ഇനി ആരാ കൊടുക്കുക? അവർക്ക് അനുസരിച്ചുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താൻ ആര് ചെയ്യുന്നത്? ഇന്റർ ന്യൂറോൺ ചെയ്യാം അല്ലെ. ഇന്റർ ന്യൂറോൺ എന്നിട്ട് ആർക്കാ കൊടുക്കുന്നത്? നോക്കിയേ, ഇന്റർ ന്യൂറോൺ ആർക്ക് കൊടുത്തത്? നമ്മുടെ പ്രേരക നാഡിക്കാണ് കൊടുത്തത് അല്ലെ. ആർക്കാ കൊടുത്തത്? പ്രേരക നാഡിക്ക് കൊടുത്തു. അപ്പൊ പ്രേരക നാഡി ഇവിടെ ഉണ്ട്. പ്രേരക നാഡി എന്താ ചെയ്യാ? ലാസ്റ്റ് വരുന്ന ബന്ധപ്പെട്ട പേശിക്ക് കൊടുക്കും.
അപ്പൊ നോക്കിയേ ഇങ്ങനെയാണ് അതിന്റെ ഫ്ലോ ചാർട്ട് വരുന്നത്. ഈ ഫ്ലോ ചാർട്ട് പറഞ്ഞ നമ്പർ ഇട്ട് വെക്കാനായിട്ട് പാടില്ല. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യണ്ടേ, ഇതെടുത്ത് നോട്ട്ബുക്കിലോട്ട് എഴുതണം. എന്നാൽ മാത്രമേ ഇതിന്റെ മാർക്ക് കിട്ടുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ എക്സാമിന് റെഡി ആവുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.